ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നൊരു ഹെയർ പാക്ക് വീഡിയോ ആണ്. ഇതൊരു നല്ലൊരു ഹെയർ ടോണറാണ്, ഹെയർ സെറമാണ്. നമ്മുടെ മുടി നല്ല രീതിക്ക് വളരാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഹെയർ സെറമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കറ്റാർവാഴ നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും മതി. അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കിയിട്ട് വാങ്ങിക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ കറ്റാർവാഴ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഒരു കറ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. കറ്റാർവാഴ മുടി നല്ലതായിട്ട് വളരാനായിട്ട് സഹായിക്കും. അതുപോലെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറൊക്കെ കൊടുക്കാനും കറ്റാർവാഴയൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ അല്ലെങ്കിൽ ഹെയർ ടോണിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ റോസ്മേരിയാണ്. അത് നമുക്ക് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കും. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലോ മിക്കവാറും ഈ കേക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് വാങ്ങിക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളമാണ് റോസ്മേരി എടുക്കുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ റോസ്മേരിയാണ്. റോസ്മേരി നല്ല രീതിക്ക് ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം റോസ്മേരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉലുവയാണ്. ഉലുവ നല്ല പോലെ മുടി വളർത്തും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ, കാരണം നമ്മൾ മിക്ക ഹെയർ പാക്കുകളിലും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മുടെ ഗ്രാമ്പുവാണ് വേണ്ടത്. അതൊരു 4-5 കഷ്ണങ്ങൾ എടുത്ത് മതി. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്താണോ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കറ്റാർവാഴ ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് കഴുകി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചീകിയിടുക. ഇതില്ലെങ്കിൽ നിങ്ങളിതിന് കാര്യം ചെയ്താൽ മതി, 2 സൈഡും ഒന്ന് ചെത്തിയിട്ട് ആ ഒരു ജെല്ല് മാത്രമായിട്ട് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്കിലോട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ദിവസത്തേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതല്ല നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാമേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് നമ്മൾ കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് തിളപ്പിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1-2 ദിവസം കൂടുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു 10-20 മിനിറ്റാണ് നമ്മൾ ഈ ഒരു ഹെയർ ടോണർ വെച്ചിരുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു കളർ ഒന്ന് വ്യത്യാസമാകുമ്പോഴും നമ്മളിത് ഓഫ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ നല്ല ബെസ്റ്റായിട്ട് മുടി വളർത്തും. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റോസ്മേരി നല്ല രീതിക്ക് മുടി വളരാൻ, ചെറിയ ചെറിയ മുടികൾ വളർന്നിട്ട് മുടിക്ക് നന്നായിട്ട് ഉള്ളു വരാനും അതുപോലെ മുടി നല്ല നീളം വെക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലോട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പം സ്പ്രേ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ തേക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഇത് ആക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹെയർ ടോണറാണിത്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ നമ്മളൊരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. അതിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട. പിന്നെ നമുക്കിത് ആഴ്ചയിലൊരു 2-3 തവണ ഉപയോഗിക്കാം. ഒരു ദിവസം ഇടവിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഒരു മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോട്ടൺ അല്ലാതെ നമ്മുടെ പഞ്ഞി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണെങ്കിലും തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ ഇത് നന്നായിട്ടാകണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മുടെ തലയിൽ ഇതിങ്ങനെ വെക്കാം. വെച്ചിട്ട് നമുക്കിതങ്ങ് കഴുകി കളഞ്ഞാൽ മതി. കഴുകി കളയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഷാമ്പൂ അല്ലെങ്കിൽ താളിയൊന്നും ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ അതിന് തക്ക എണ്ണയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അതുമല്ല നമ്മൾ അധികം എണ്ണയൊന്നും തേച്ച് മുടിയിൽ കൊടുത്തിട്ടുമില്ല. കാരണം ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എണ്ണയൊന്നും തേച്ച് കൊടുക്കാഞ്ഞത്. പിന്നെ നമ്മളിത് മുടിയിൽ പുരട്ടുന്നതിന് മുന്നായിട്ട് മുടി നന്നായിട്ട് ചീകി ജടയൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട്. അതിപ്പോൾ ഏത് ഹെയർ ടോണർ ആണെങ്കിലും ഏത് ഹെയർ പാക്ക് ആണെങ്കിലും മുടി നന്നായിട്ടൊക്കെ ചീകിയിട്ടൊക്കെ വേണം നമ്മളിത് തേച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല പച്ച വെള്ളത്തിലാണ് തലയിൽ നിന്ന് കഴുകി കളഞ്ഞത്. അതുപോലെ തേക്കുന്ന സമയത്ത് തലയോട്ടിയിലും തലമുടിയുടെ അറ്റത്തും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് നിങ്ങൾ റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഏകദേശം ഒരു മാസത്തോളം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കമൻ്റായിട്ട് കൂടി അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം.